ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമീൻസ് ട്യൂബ്. അപ്പം കുറേ കാലമായി നമ്മളിങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. കാരണം ഒരുപാട് നാളായി എനിക്കറിയാം. സോ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് കമൻസ് കണ്ടായിരുന്നു. അതായത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള കുറേ കമൻസ് ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഇന്നിപ്പോൾ ഈ ഒരു സ്പോട്ടിൽ തന്നെ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. സോ കമൻസ് വേറെ ഒന്നുമല്ല, ഒരുപാട് പേര് ചോദിക്കുന്നു യൂട്യൂബ് ചാനൽ നിർത്തിപ്പോയോ എന്നൊക്കെ. ആ ഒരു രീതിയിൽ എന്താ പറയുക, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ഒന്നും ഇടുന്നില്ല. ഒരുപാട് പേര് ഞാൻ ഇട്ട വീഡിയോസിൻ്റെ താഴെ ഓരോരോ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. സോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ജസ്റ്റ് വീഡിയോസൊക്കെ ഇട്ട് ഒന്ന് ഓണാക്കി എടുക്കാമെന്ന് കരുതി. കാരണം ഒരുപാടധികം കാര്യങ്ങളിൽ പെട്ട് ബിസി ആയിപ്പോയി കേസ്. ഒന്നാമത് ഞാൻ ഇപ്പോൾ +2 പഠിക്കുന്നത്. സോ തിരക്കുണ്ട്, പഠിക്കാൻ ഒരുപാടുണ്ട്. പക്ഷേ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ടൈം പോകുന്നതെന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ വേറെ ഒരുപാടധികം കാര്യങ്ങളിൽ പെട്ട് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത്, വേറെ ഒന്നും കൊണ്ടല്ല. സോ ഞാൻ ഇന്ന് എന്തായാലും ഒരു വീഡിയോ, പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം കണ്ടൻറ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കേണ്ടി വരും. ചുമ്മാ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമില്ല. സോ ഇന്ന് ഞാൻ ജസ്റ്റ് ഇൻട്രോയും കാര്യങ്ങളൊക്കെ കണ്ടപോലെ തന്നെ കുറേ നാളായില്ലേ കേസ് ചെയ്തിട്ട്, അതുകൊണ്ട് പെട്ടെന്നൊന്നും ഓർമ്മയൊന്നും വരുന്നില്ല. തംബ്നെയിലും കാര്യങ്ങളിലൊക്കെ കണ്ടപോലെ തന്നെ നമ്മുടെ വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ടൈപ്പ് സെറ്റപ്പ് പിന്നെ കാർ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വി ആർ ഗോണ ഡു ദാറ്റ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടും. കാരണം വളരെയധികം ഈസി ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ എന്താണ് കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ പറയാം. ഇനിയും ഒരുപാട് വീഡിയോസ് ഇടാം. അതുപോലെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു സംഭവമാണ് ഫോർഡ് ഫിയസ്റ്റ. ഞാൻ ഇത്രയും പേര് ചോദിക്കുന്നൊന്നും വിചാരിച്ചില്ല. ഫോർഡ് ഫിയസ്റ്റയുടെ വീഡിയോ ഇട്ടത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ബ്രോ വണ്ടിയുടെ കണ്ടീഷൻ എന്തായി. എനിക്ക് പേഴ്സണലി മെസ്സേജ് വരെ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ വിട്ടോന്നറിയത്തില്ല. എന്തായാലും ഒരുപാട് പേര് ചോദിച്ചു ഫോർഡ് ഫിയസ്റ്റയുടെ അപ്ഡേറ്റ് എവിടെയാണ് ബ്രോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ റീസ്റ്റോറേഷൻ എന്നൊക്കെ പറഞ്ഞു. ഈ സംഭവം ഒന്നും ആയിട്ടില്ല. നമ്മുടെ പണി നമ്മൾ ചെയ്ത്, ഞാൻ അന്ന് കാണിച്ച ക്ലച്ചിൻ്റെയും കാര്യങ്ങളും വർക്കെല്ലാം ചെയ്തിറക്കിയായിരുന്നു വണ്ടിയുടെ. പക്ഷേ വണ്ടിക്ക് വീണ്ടും ചെറിയൊരു പണി കിട്ടി. എയർ ഫ്ലോ സെൻസർ അടിച്ചു പോയിട്ട് വണ്ടിക്ക് വലിവില്ല. അങ്ങനെ ഇപ്പോൾ എയർ ഫ്ലോ സെൻസർ മാറ്റാൻ വേണ്ടി കൊടുത്തേക്ക്. എയർ ഫ്ലോ സെൻസർ ആണെങ്കിൽ കിട്ടാനും ഇല്ല. അപ്പോൾ അത് കിട്ടുന്ന എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ കേസ്, എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. സോ അതും കൂടെ കിട്ടിയിട്ട് നമ്മൾ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് വണ്ടി ഇറക്കും. വണ്ടി പോളിഷൊക്കെ ചെയ്ത് ഇറക്കും. ടെസ്റ്റെല്ലാം ചെയ്ത് ഇറക്കും. അതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇടും എന്തായാലും. സോ ഡോണ്ട് ബി പാനിക് അബൌട്ട് ദാറ്റ്. സോ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ ഹോണ്ട സിറ്റി. സോ ഈ ഒരു കാർ എന്ന് പറയുമ്പം പ്രശ്നം വേറെ ഒന്നുമല്ല, ഗ്ലാസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല ഈ പുറത്തേക്ക്. കാരണം ഫുള്ളി ടിൻ്റ് അടിച്ച് വെച്ചേക്കാണ്. കാണാൻ പറ്റും, ബട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ലൈറ്റ് കുറയും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഡാഷിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ പഴയ ബ്ലൂടൂത്ത് സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് മാപ്പ് യൂസ് ചെയ്യാനായാലും, അതുപോലെ ഇപ്പോൾ അത്യാവശ്യത്തിന് സോങ് പ്ലേ ചെയ്യാനായാലും, അല്ല എന്ത് പർപ്പസിനായാലും, നമ്മളൊരു ആൻഡ്രോയിഡ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്ത് പർപ്പസിനായാലും നമുക്ക് സ്ക്രീൻ അല്ലാത്തത് കൊണ്ട് തന്നെ പറ്റത്തില്ല. അതായത് നമുക്കിപ്പം മ്യൂസിക് പ്ലേ ചെയ്യാം, ബട്ട് ഫോൺ എടുത്ത് കയ്യിൽ വെച്ച് ഒരിത്തിരി ടാസ്ക്കാണ്. ഈവൻറ്റോ ചെയ്യാം എന്നാൽ പോലും, ബട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് മാപ്പൊക്കെ നോക്കി പോകാമെന്ന് പറയുന്നത്. മാപ്പ് നോക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു മൊബൈൽ ഹോൾഡറെങ്കിലും വേണം. സോ മൊബൈൽ ഹോൾഡറൊക്കെ വാങ്ങിച്ച് പൈസ കളയുന്നതിന് പകരം ഇതുപോലൊരു സാധനം മേടിച്ചു. ഇതിൻ്റെ ലിങ്കൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഞാനിത് ഓൺലൈനും വഴിയൊന്നും ഓർഡർ ചെയ്ത് വരുത്തിയ സാധനമല്ല. ഇറ്റ്സ് ഫ്രം ദി ഓഫ്ലൈൻ മാർക്കറ്റ്. സോ ഇത് ഇവരുടെ ബ്രാൻഡാണ്, RD എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സംഭവമാണ്. സംഭവം അത്യാവശ്യം നൈസാണ് ഗൈസ്. ഞാൻ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഡബിൾ സൈഡ് ടേപ്സൊക്കെ ഒട്ടിച്ചു. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി റിമൂവ് ചെയ്തതാണ്. കുഴപ്പമില്ല, ഞാൻ ഒന്നും കൂടെ ഒട്ടിച്ചോളാം. സോ ഇതിങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇതിവിടെ ഇരിക്കും. സോ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ വയ്ക്കാൻ ഞാൻ ഫോണല്ല വെക്കുന്നത്. സോ ഫോൺ വയ്ക്കാം. അല്ലാത്ത പക്ഷം ഒരു മിനിറ്റ് കേസ്, ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഒട്ടിക്കാം കേട്ടോ. എന്താ പറയുക, ഇത് ഈ ഒരു തരത്തിൽ ഫിക്സ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇവിടെ ഒരു ടാബ് എടുത്തിട്ടുണ്ട്, എൻ്റെ ഒരു പഴയ സാധനമാണിത്. ബട്ട് സ്റ്റിൽ ഇത് അത്യാവശ്യം അടിപൊളിയായിട്ട് വർക്കൊക്കെ ചെയ്യും. സോ ഇതിനകത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും നമുക്ക്.
കണ്ടില്ലേ, ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് ഫിക്സ്ഡ് ആയിരുന്നപ്പോൾ എടുത്തൊരു പിക്കുണ്ട്, ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇത് ഓട്ടത്തിലൊന്നും ഒരിക്കലും വീഴത്തില്ല, ഞാൻ 100% ഗ്യാരണ്ടി തരാം. ഞാൻ ഒരുപാട് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, ഒരു പ്രശ്നവും. നമുക്കിതിനകത്ത് കാർ ലോഞ്ചറിൻ്റെ ആപ്പുണ്ട്, അതെടുത്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ മോനെ ആടിപ്പൊളിയായിട്ട് ഇവിടെ സാധനം ഇങ്ങനെ സെറ്റായിട്ടിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ് കാണിച്ചു തരാം. ആണെങ്കിൽ ക്ലച്ചിലുള്ള വൈബ്രേഷനിലൊന്നും ഇതിങ്ങനെ പോകത്തില്ലതാ, കാണിച്ചു തരാം. കണ്ടില്ലേ, കുലുങ്ങുന്നുണ്ടോ? പോകത്തില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല സാധനം. അതെൻ്റെ ഗ്യാരണ്ടിയാണ്. ഞാൻ ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ റിവ്യൂ തരുന്നത്. സോ ചുമ്മാ ഒരു റിവ്യൂ ഇടുന്നതല്ല. സോ ഇതിനകത്ത് നിങ്ങൾക്ക് മ്യൂസിക്, മാപ്പ്, ഏത് ആപ്പ് വേണമെങ്കിലും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ആഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതിൽ ഏത് ആപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ് സുഖമായിട്ട്. ഇത് മാപ്സ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം മാപ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ മാപ്പിലോട്ട് പോകും. ഇതൊരു കാറിൻ്റെ സിസ്റ്റം, ആൻഡ്രോയിഡ് സിസ്റ്റം ലോഞ്ചറാണ്. നടുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും. ഇറ്റ്സ് ജസ്റ്റ് ആൻ ആപ്പ്. ഓക്കെ, കണ്ടില്ലേ, നമുക്ക് എവിടെ വേണോ സെർച്ച് ചെയ്തിട്ട് എവിടെയെന്ന് വെച്ചാൽ ഇപ്പം വൈഫൈ കണക്റ്റഡ് അല്ല, വൈഫൈ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ ഇതിനകത്തൊരു സെപ്പറേറ്റ് സിം ഇട്ട് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തെടുക്കാം. വേണ്ടാത്ത പക്ഷം നിങ്ങൾക്ക് ഇതിങ്ങനെ ഊരിയെടുക്കാവുന്നതുമാണ്. ഓക്കെ, അതവിടെ മര്യാദയ്ക്ക് ഇരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഫോൺ വയ്ക്കാനാണെങ്കിൽ പോലും ഇത് യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ എടുത്ത ഫസ്റ്റ് ഇൻട്രോ വീഡിയോ ഇല്ലേ, ആ വീഡിയോയും ഈ സാധനത്തിൻ്റെ മേളിൽ ഫോൺ വെച്ചിട്ടെടുത്തതാണ്. ഓക്കെ, സോ അങ്ങനത്തെ പല പല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ജസ്റ്റ് സംതിങ് അറൗണ്ട് 450 ഓർ 500 റുപ്പീസിനകത്ത് നിങ്ങൾക്ക് ഈ സാധനം കിട്ടുകയും ചെയ്യും. സോ നിങ്ങൾക്ക് എന്തായാലും എടുക്കുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. സോ ഇനി ഒരുപാട് വെറൈറ്റി വീഡിയോസ് വരാനിരിപ്പുണ്ട്. സോ നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക.